ഹലോ ഡിയർ ഫ്രണ്ട്സ്, ജെഎം ട്രാവൽ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേനൽക്കാലമായി നല്ല ചൂടും നമുക്ക് ഒരു സവാരി നടത്തി വരാം. പ്രഭാത സവാരിയുമാവും. അക്കൂടെ ഒരു ലൈറ്റ് ഹൗസും കാണാം. അധികം ദൂരത്തൊന്നുമല്ല, കോട്ടയം ടൗണിൽ നിന്നും 4 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ പള്ളം. ഇവിടേക്ക് എത്തുന്നത് കോട്ടയത്ത് നിന്നും ചങ്ങനാശ്ശേരി റൂട്ട്, ചിങ്ങവനം കഴിഞ്ഞാൽ കരിമ്പങ്കാല ജംഗ്ഷൻ, അവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ കരിമ്പങ്കാല കടവ്, അവിടെ നിന്നും താഴേക്കിറങ്ങി ഈ നദീതീരത്തൂടെയുള്ള ചെറിയ വഴിയെ വേണം മുന്നോട്ട് പോകാൻ. അങ്ങ് ദൂരെ കാണുന്ന ആ പാലം കയറി വേണം അപ്പുറത്ത് പോകണം. അപ്പോൾ പോരൂ ഞങ്ങളോടൊപ്പം. കോട്ടയത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണിത്. കോട്ടയം ടൗണിൽ നിന്നൊരു 10 കിലോമീറ്റർ ചുറ്റളവിൽ നമ്മൾ എങ്ങോട്ടേക്ക് മാറിയാലും സുന്ദരമായ ഗ്രാമീണ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. സൂര്യനും നമ്മോടൊപ്പമുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് പഴുക്കാനിലം എന്നാണ്. പേര് കേൾക്കാൻ തന്നെ ഒരു ഇമ്പമുണ്ട്. അതുപോലെ തന്നെ സ്ഥലം കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ്. പച്ച പുതച്ച് കിടക്കുന്ന നെൽപ്പാടങ്ങൾക്കൊരു പ്രത്യേക ഭംഗിയാണ്. അതുപോലെ തന്നെയാണ് കൊയ്യാറായ അല്ലെ വിളവെടുക്കാറായതും കൊയ്ത്ത് കഴിഞ്ഞതുമായ പാടങ്ങളുമൊക്കെ. യാത്രയ്ക്കും ഉപജീവന മാർഗത്തിനുമൊക്കെയായി ഉപയോഗിക്കുന്ന ധാരാളം ചെറുവള്ളങ്ങൾ നമുക്ക് ഇടയ്ക്കിടയ്ക്കെല്ലാം ഇങ്ങനെ കാണാം. കൂടാതെ ഇവിടെ ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള ഒരു ഫിഷ് ഫാമുണ്ട്. ഗവൺമെൻറ് മോഡൽ ഫിഷ് ഫാം. അത് അടച്ചിട്ടിരിക്കുകയാണ്. ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് പ്രഭാത സൂര്യനോടൊപ്പം ഈ നാട്ടുവഴിയിലൂടെ, ഈ നദിക്കരയിലൂടെ ആമ്പൽപ്പൂക്കളെയൊക്കെ കണ്ട് നെൽപ്പാടങ്ങൾക്കും തെങ്ങിൻ തോപ്പുകൾക്കുമൊക്കെ ഇടയിലൂടെ ഇങ്ങനെ മുന്നോട്ടേക്ക് നടക്കുമ്പോൾ, ഇങ്ങനെയൊക്കെ ഒരു ദിവസം തുടങ്ങാൻ പറ്റിയാൽ ആ ദിവസം മുഴുവൻ നമ്മളെ അത് എത്രമാത്രം ഉത്സാഹഭരിതരാക്കുമെന്നോ. ഇത് പറഞ്ഞപ്പോഴാണ് വിശ്വവിഖ്യാതനായ ആംഗലേയ കാൽപ്പനിക കവി ജോൺ കീറ്റ്സിൻ്റെ വരികൾ ഓർമ്മയിൽ വന്നത്. A thing of beauty is a joy forever. Its loneliness increases. It will never pass into nothingness. അതെ, കാണെ സൗന്ദര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രകൃതിയും അതിലെ ഓരോ വസ്തുക്കളും നമ്മളിൽ എത്രമാത്രം ആഹ്ലാദം നിറയ്ക്കുന്നു. ഈ ആഹ്ലാദമല്ലേ നമ്മെ എപ്പോഴും ജീവിതത്തിൽ മുന്നോട്ടേക്ക് നയിക്കുന്നത്. നോക്കൂ, അക്കരെ ചില വള്ളങ്ങൾ മീൻ പിടിക്കാൻ പോയിട്ട് വന്നതാണ്. തലേദിവസം രാത്രിയിൽ വേമ്പനാട്ടുകായലിൽ പോയി മീൻ പിടിച്ച് വന്ന് രാവിലെ മീനെല്ലാം മാറ്റി വലയൊക്കെ ഒരുക്കി റെഡിയാക്കി വെക്കും, വീണ്ടും വൈകുന്നേരം പോകാൻ. പിന്നെ ആമ്പൽപ്പൂക്കളുടെ കാര്യം പറഞ്ഞില്ലേ, ഇവിടെ ഞാനൊരു 2-3 കളറിലുള്ള ആമ്പൽപ്പൂക്കൾ കണ്ടു. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു മലരിക്കൽ ആമ്പൽ വസന്തത്തെ പറ്റി. ഈ മലരിക്കലും പള്ളവും ഒക്കെ അക്കരെ ഇക്കര പ്രദേശങ്ങളാണ്. ഇനി ഒരു തടിപ്പാലമാണ്, അതുകൂടെ കടന്നു വേണം നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ, ലൈറ്റ് ഹൗസിനടുത്തേക്ക്. സൂക്ഷിച്ച്. ഈ ഒരു സമയത്ത് പാടശേഖരങ്ങളിലൊക്കെ വിളവെടുപ്പിൻ്റെ സമയമാണ്, കൊയ്ത്തിൻ്റെ സമയം. അപ്പോൾ ധാരാളം കിളികളെത്തും വീണ് കിടക്കുന്ന നെൽമണികളൊക്കെ കുത്തിപ്പെറുക്കുവാനായിട്ട്. ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ അകമ്പടിയായി എന്ത് കിളികളുടെ ശബ്ദമാണെന്നോ കേൾക്കുന്നത്. എത്ര രസമാണ്. നോക്കൂ, ഇത് എഞ്ചിൻ തറയാണ്. അങ്ങ് ദൂരെ ചെറിയ കൊതുമ്പ് വെള്ളങ്ങളിൽ ആളുകൾ പോകുന്നത് കണ്ടോ. സൂര്യനെ ഇപ്പോൾ കുറേ പ്രാവശ്യം കാണിച്ചു എന്ന് തോന്നുന്നുണ്ടോ? പക്ഷെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ ഭംഗിയല്ലേ. രാവിലെ തന്നെ കിളികളൊക്കെ എത്തിക്കഴിഞ്ഞു. പാടത്തിൻ്റെ തൊട്ട് മുകളിലുള്ള ഇലക്ട്രിക് ലൈനിൽ വന്ന് നിരനിരയായി ഇരിക്കുകയാണ്.
അങ്ങനെ ഓരോരോ കാഴ്ചകൾ കണ്ട് ഇരുവശവും നോക്കി നിന്ന് നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ ദൂരം അങ്ങോട്ട് പോകുന്നത് അറിയുന്നതേ ഇല്ല. അങ്ങനെ നമ്മൾ ലൈറ്റ് ഹൗസിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. ഇതാ നോക്കൂ, അങ്ങ് ദൂരെ കാണുന്നതാണ് മൺട്രോ ലൈറ്റ് ഹൗസ്. ആയിരത്തി 1815 ഈ ലൈറ്റ് ഹൗസ് നിർമ്മിച്ചത്. അന്ന് തിരുവിതാംകൂർ ദിവാനായിരുന്ന കേണൽ ജോൺ മൺട്രോയാണ് ഇത് സ്ഥാപിച്ചത്. ഈ പ്രദേശം കൊടുവിലാറും മീനച്ചിലാറും തമ്മിൽ സംഗമിച്ച് വേമ്പനാട്ട് കായലിലേക്ക് ഒഴുകുന്ന പ്രദേശമാണ്. അപ്പോൾ ഇവിടം പണ്ട് വ്യാപാര ആവശ്യങ്ങൾക്കൊക്കെയായി ധാരാളം ആളുകൾ ആലപ്പുഴയിലേക്കും എറണാകുളത്തേക്കും പോകുവാനുള്ള ജലഗതാഗതത്തിന് ഈ പ്രദേശം ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഒരു ലൈറ്റ് ഹൗസ് അന്ന് സ്ഥാപിച്ചത്. ഇതാണ് പള്ളം മൺട്രോ ലൈറ്റ് ഹൗസ്. 35 അടി ഉയരമുണ്ട്. വശത്ത് കാണുന്ന ആ ലാഡർ കയറി മുകളിലെത്തിയാൽ നമ്മൾക്ക് വിളക്കും കാണാം. അതുപോലെ നല്ല വ്യൂ ആണ്. ആലപ്പുഴ വരെയൊക്കെ കാണാമെന്നാണ് പറയുന്നത്. പണ്ടിത് മണ്ണെണ്ണയും ലെൻസും ഒക്കെ ഉപയോഗിച്ചായിരുന്നു അവിടെ വിളക്ക് കത്തിച്ചിരുന്നത്. ഇപ്പോൾ ഈ ലൈറ്റാണ് IWAI, അതായത് ഇൻലൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഏറ്റെടുത്തു കഴിഞ്ഞാണ് ഇത് പുതുക്കി പണിയുകയും സന്ദർശകർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നത്. ഇപ്പോൾ പക്ഷേ അടച്ചിട്ടിരിക്കുകയാണ്. അങ്ങ് ദൂരെ ആ കാട് മൂടി കിടക്കുന്നൊരു വീട് കണ്ടോ, അവിടെയാണ് പണ്ട് ഇതിന് മുകളിൽ വിളക്ക് കത്തിച്ചിരുന്നവർ താമസിച്ചിരുന്നത്. തൊട്ടടുത്തായിട്ടൊരു പഴയ കെട്ടിടം വേറെ ഉണ്ട്, അതെന്തിൻ്റെയാണെന്ന് അറിയില്ല. ഒരു മരം കണ്ടോ, ഇത് നാഗലിംഗ, വലിയ കായകളാണ് അതിലുള്ളത്. അതുപോലെ തന്നെ അതിലെ പുഷ്പങ്ങൾ കാണാൻ എന്ത് ഭംഗിയാണെന്നോ. അങ്ങ് ദൂരെ ആ പച്ച നിറത്തിൽ കാണുന്നത് ബേ ആണ്. അതായത് വള്ളങ്ങൾ കടന്നു പോകുമ്പോൾ അവർക്ക് മാർഗം കാണിക്കുന്നതിന് അവരുടെ വഴി അടയാളപ്പെടുത്തുന്ന ബേ ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഈ സ്ഥലവും ഇവിടുത്തെ കാഴ്ചകളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതട്ടെ. ഇനി നമുക്ക് മടങ്ങാം. ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ് ബട്ട് ദോസ് അൺഹേർഡ് ആർ സ്വീറ്റർ എന്നല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായി കാണുന്നത് വരെ ബൈ.